അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. അങ്ങനെ അതാണ് പറയാൻ അനസിൻ റളിയല്ലാഹു അൻഹു അല്ല അടുത്തില്ലല്ലേ വൻ യഹ്യ ബിനി അബി യഹ്യ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ട് ഖാല അവർ പറയാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അജബൻ ലി അംദിൽ മുഅ്മിനി മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാകുന്നു. മുഅ്മിനിന്റെ കാര്യങ്ങൾ അത്ഭുതകരമാണ്. അജബൻ അജബ് അത്ഭുതം അതിശയമാണ്. ലി അംദിൽ മുഅ്മിനി എന്താ കാരണം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. മുഅ്മിനിന്റെ എല്ലാ കാര്യവും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മുഅ്മിനായ മനുഷ്യന്റെ വായിന്ന് ഖൈറല്ലാത്ത ഒന്നും വരൂല. എത്ര ഉണ്ടായാലും അതല്ലാത്ത വരൂല. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് അങ്ങനെ ഗൾഫിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോളേ ഉണ്ടാവേ ഗൾഫിൽ കൂടെ അല്ലേ നമ്മളെല്ലായാലും ദുബായിലായാലും ഒക്കെ ഈ കുട്ടികളിങ്ങനെ മണ്ണ് കളിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെ എടുത്തു കൂടി പോകുമ്പോ എന്താ മനസ്സിലായോ? വെറുതെ വിളിച്ചാണ് ഓൽക്കൊന്നും നമ്മൾ വെറുപ്പുണ്ട്. നമ്മളോലൊന്നും കാട്ടിയിട്ടൊന്നല്ല, വെറുതെ ഒന്ന് വിളിച്ചു നോക്കും. നമുക്ക് ചൂടാൻ പറ്റുമോ? നമ്മുടെ പോവോ? അന്യ നാട്ടുകാരെ മക്കളല്ലേ, നമ്മൾ കേൾക്കാത്ത ഏരിയാണ് പോവും ണ്ടോ. അങ്ങനെ കേട്ടപ്പോ ശൈഖുന പറഞ്ഞേ നമ്മളെടുത്ത് എന്തെങ്കിലും അങ്ങനെ സ്വഭാവം ഉണ്ടാവും. ആ കുട്ടികൾക്ക് പഠിച്ചോന്ന് തോന്നിച്ചാണ് കാരണം. ആലോചിച്ചോക്കാണെങ്കിൽ മനുഷ്യന്റെ ചിന്ത പോയത്. നമ്മളെടുത്ത് അതിന്റെ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവും, അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നാ ആ കുട്ടിയൊക്കെ പഠിച്ചോന്ന് തോന്നിച്ചിട്ടുണ്ടാവും. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവരെല്ലാരും വിളിക്കണതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഒരാൾ അങ്ങനെ പറഞ്ഞു വെക്ക, ചീത്ത പറഞ്ഞു വെറുതെ ഒരാവശ്യമില്ല നമ്മൾ പറയാം ഞാൻ സോറി എന്ന് പറയുന്നേ, വേറെ ഒന്നുമില്ല. അതാ ഇൻ അസാബഹു അവലൈസ ലാലിക ലിഅഹദിൻ, ഇത് ഒരാൾക്കും ഇല്ല ഇല്ലാലിൽ മുഅ്മിനി, മുഅ്മിൻ അല്ലാതെ ഏത് കാര്യവും അനുകൂലമാക്കി എടുക്കുന്ന ഒരു സ്വഭാവം മുഅ്മിന് മാത്രമേ ഉള്ളൂ. ഇനി വിവരിക്കട്ടെ. ഇൻ അസാബത്തുഹു സറാഉ, സന്തോഷിക്കുന്ന ഒരു കാര്യം ഉണ്ടായി നോക്കുക, ഓന് വലിയ സന്തോഷത്തിന് വകയുള്ള ഒരു കാര്യം ഉണ്ടായി, എന്നാലോ ശക്കറ, അവൻ പടച്ചോനെ സ്തുതിക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് ഇന്ന സാധനം എന്നാൾ കൊടുത്തയച്ചിട്ടുണ്ട്. പെരീ ചെല്ലുമ്പോളേ നിങ്ങളെ തെരഞ്ഞിട്ട് ഒരാളിവിടെ വന്നിരുന്നു, അയാൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു, ഇതാണ് കൊടുത്തോണ്ടിന്ന് പറഞ്ഞു. പുതിയ ഇട്ട് വെച്ച് നോക്കുമ്പോ ഒരു 5000 ഉറുപ്പ്യ ഉണ്ട്. നമ്മളാണെങ്കിൽ 5000 ഉറുപ്പ്യക്ക് അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സമയമാണേക്കാർ. അപ്പൊ നമ്മളെന്ത് പറയും? ഔ നന്നായി കിട്ടിയെന്നല്ല, അൽഹംദുലില്ലാഹ് അറിയും ഉടനെ. അപ്പൊ ആരോർമ്മ വരും? പഠിച്ചോൻ ഓർമ്മ വരും. ഇത് മുഅ്മിന്റെ ഒരു സ്വഭാവമാണ്. പിന്നെ അതോനെ സറാ കൊണ്ട് ഉദ്ദേശിക്കണ എന്തും ഒരു നല്ല സന്തോഷം. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരിക, അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യാണ്? അല്ല ഖുർആൻ ഓതാണ്, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിക്കുക, ഉദു ഇങ്ങനെ എടുക്കുകയാണ്. നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്, നമ്മളെ മക്കളെ എന്തൊരു സന്തോഷായി, എന്തൊരു സന്തോഷം. നമ്മൾ ആ സമയത്ത് എത്തിപ്പെട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്താണ്? പരിശുദ്ധ ഖുർആൻ ഓതേ, അല്ലെങ്കിൽ നിസ്കരിക്കേ, അല്ലെങ്കിൽ നന്മയായ കാര്യം ചെയ്യാണ്. മറിച്ച് നമ്മളെന്താ കാട്ടുക? നമ്മൾ പെരയിൽ ചെല്ലുമ്പോഴുള്ള ഒരു അവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപയായിരുന്നൊക്കെ എന്ത് ചെയ്യും? അതിന് അല്ലാഹു തആല മാറ്റി നല്ലൊരു അന്തരീക്ഷം തന്നീല, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. പെരയിൽ ചെല്ലുമ്പോ പെരക്കാർ നിസ്കരിച്ചിരുന്ന് ഓതിന് കാണുന്നുണ്ട്, അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം. അതുകൊണ്ട് അതൊരു സന്തോഷകരമാണ്. നല്ല സുഭിക്ഷമായ ഭക്ഷണം എവിടുന്ന് ഇത് കിട്ടി വെച്ച്, അതൊന്നും നിങ്ങൾ വിചാരിച്ചോടുന്നല്ല, അതൊക്കെ ഇവിടെ ആ നേരായപ്പോൾ വന്നതാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കാതല്ലേ. അങ്ങനെയാണ് ഓരോ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും ശുക്ർ ചെയ്യാൻ ശ്രമിക്കണം. ഇത് പെരയിൽ ചെല്ലുമ്പോൾ മാത്രല്ല, നമ്മൾ എവിടെയാണ് പോകുമ്പോഴും നമ്മളെ റോഡ് കണ്ട ഒരു വണ്ടി പെട്ടെന്നൊരു വന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടു അറിയില്ലേ? വണ്ടി ഒറ്റ വെട്ടിക്കൽ നമ്മളൊന്നും മാറും ചെയ്ത്, അതുകൊണ്ട് കഴിച്ചിലായി. അൽഹംദുലില്ലാഹ് എത്ര രക്ഷപ്പെട്ടു. നമ്മൾ റോട്ടുമ്പോ കൂടെ ഇങ്ങനെ പോവാണ്, പെട്ടെന്നാണ് ഒരു സൈക്കിളിൽ ഒരു ഒറ്റ കടക്കൽ അപ്പുറത്തേക്ക്. അല്പം കൊണ്ട് അയിമത്തട്ടിരുന്ന് നമുക്ക് പണിയായില്ലേ, നമ്മളല്ലേ കുടുങ്ങിയത്, നമ്മളല്ലേ റോഡ് കൂടി ഇറങ്ങുന്നത്. കുട്ടി മുമ്പ് എന്നാണൊന്നും പോലീസുകാരോട് ഇറണ്ടേരുണ്ടാവില്ല.
അൽഹംദുലില്ലാ കഴിച്ചതായിട്ടോ, ഞാൻ രക്ഷപ്പെട്ടു, കുട്ടി രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ. ഇതൊക്കെ സന്തോഷകരമാണ്. നമുക്കുണ്ടാകുന്ന ഏത് സന്തോഷകരമായ കാര്യം വന്നാലും മുഅ്മിനായ മനുഷ്യന്മാര് അല്ലാഹുവെ സ്തുതിക്കും, അൽഹംദുലില്ലാന്ന് പറയും. ഇനി വൈൻ അസാബത്തുഹു ദർറാ, വല്ല ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് എന്ന് വെക്കുക, എന്തെങ്കിലും ഒരു പ്രയാസം, എന്നാൽ സ്വബറ, ക്ഷമിക്കുമെന്നാണ്. ഒന്നുമില്ല, നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ചെരുപ്പിട്ടാണ്, ചെരുപ്പിന്റെ വാറാണ്, എന്താ പറയാ, എന്താ ക്ഷമിക്കാൻ. ചിലരെന്താ പറയാ, ക്ഷമ വരില്ലേ പണ്ടില്ല. ഈ നേരത്തെ അപ്പൊ ചെരുപ്പിന്റെ വാറോട്ട മനുഷ്യൻ കാര്യമായിട്ട് പോവാൻ നിൽക്കണേ ഒരു സമയമാണ്. അത് പറയാൻ പാടില്ല, അത് പറയാനേ പാടില്ല. ക്ഷമിക്കന്നെ, എന്തേലും ഒരു ഖൈറുണ്ടാവും. ഞാൻ പോരുമ്പോഴേ വിചാരിച്ച ബസ്സിന് പോകാറില്ല, ഒന്നൊരു പൂതിയോണ്ട് ഇങ്ങനെ പോകുന്ന നോക്കിയതാ. അങ്ങനെ ഉണ്ടാവും ബുദ്ധിമുട്ടിക്കണ കണക്കുണ്ടല്ലോ, കണക്കില്ലാത്ത ബുദ്ധിമുട്ടിക്കലാണ് ഞാൻ ബുദ്ധിമുട്ടിക്കണേ. അപ്പൊ ഞാൻ പോകുന്നു നോക്കി, അപ്പൊ ബസ് ഉണ്ടായത്. പിന്നെ 3:30 നാട്ടിലാണ്. ഇവിടെ നിസ്കരിച്ചാത്തണ്ടേ, മനുഷ്യന്റെ ജമാഅത്ത് പോകുമെന്ന് പേടിയായി. അൽഹംദുലില്ലാ കിട്ടിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ക്ഷമിക്കന്നെ, എന്താ പുറത്തിട്ട ഒന്നുമില്ല. ഞാൻ അപ്പൊ തന്നെ വിചാരിച്ച് നമ്മളെക്കാൾ മേലെ തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും, അതാണ് കാര്യം നല്ലത്. അവിടെ ഒന്നും അൽഹംദുലില്ലാ ജമാഅത്തിട്ടിക്കണേ നമുക്ക്, അൽഹംദുലില്ലാ. അപ്പൊ ഒരു വിഷമുണ്ടായാൽ സ്വബറ, ക്ഷമിക്കും. അപ്പൊ ക്ഷമിച്ചിന്റെ കൂലി കിട്ടും. ആദ്യം കിട്ടിയ കൂലി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ശുക്ർ ചെയ്തീന. രണ്ടാമത് കിട്ടിയ കൂലി ശുക്ർ ചെയ്തീനില്ല, ക്ഷമിച്ചീന. രണ്ടിനും കൂലി തന്നെയാണ്. അപ്പൊ എന്തില്ല, അയാളെ ജീവിതത്തിൽ നെഗറ്റീവ് ഉണ്ടാവില്ല. ഒരു മുഅ്മിന്റെ ജീവിതത്തില് നെഗറ്റീവ് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തും അൽഹംദുലില്ലാ എന്നാണ് കാര്യം. മുസ്ലിം